കറങ്ങുകയാണ് ഗൈസ്. ഏത് സ്റ്റിച്ചാണ് നമ്മൾ സ്റ്റിച്ചല്ല ഇറങ്ങണേ. നമ്മൾ ഇന്നലെ ഒരു ഷോട്ട് ഇട്ടുണ്ട് മിഞ്ഞാൻ നട്ടിൻ്റെ ഏതോ മിഞ്ഞാന്നിട്ടാ തോന്നുന്നു ഇട്ടിരുന്നു. ആ ഷോട്ടിൽ ഡബിൾ ഇത് ചെയ്തിരുന്നു. നാളെ വീഡിയോ വരുന്ന അറിഞ്ഞു. പക്ഷെ പ്രത്യേക സാഹചര്യത്താൽ ആ നാളെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് നമുക്ക് ഇന്നെടുക്കാം. എന്ത് ചെയ്യാൻ, നമുക്ക് ഫുൾ ഫ്രീ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഫുൾ ബിസിയാണ്. ഫുള്ളി ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന് ഫുള്ളി കറക്കുമായിരിക്കും. ചിലപ്പോൾ ചില ദിവസം ബ്ലോഗ് എന്ന് വന്നതിന് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഡെയിലി ഒന്നും നമുക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഷോട്ടിൽ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ മുകളിൽ ഇവിടെ ചെയ്യുന്നുണ്ടോ അവിടെ ഉണ്ട് നല്ല അടിപൊളി. അപ്പോൾ എന്തായാലും ഞാണ്ട് പോയേക്കാം. ഇതേ ജാതികതോട്ടം നിങ്ങൾ വേറെ എവിടെയോ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. ഞങ്ങളെ വേറെ ഒരു ചാനലില് നമ്മളെ ഫസ്റ്റ് ചാനൽ കേട്ടോ. അപ്പോൾ ഗൈസ് അതിന് മുമ്പ് ചെറിയൊരു കാര്യം, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഇത് കൊടുത്തേക്കാം, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മൾ ID കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ID കൊടുത്തേക്കാം. കാരണം ലിങ്ക് കിട്ടൂല, ലിങ്ക് ഇപ്പോൾ അടിച്ചാൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ID കൊടുത്തേക്കാം. ഷബമിട്ടിയാ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും കിട്ടില്ലായിട്ട് ഫോളോ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്തായാലും നമ്മളെ ലോക്കലിൻ്റെ ടീം ഇന്ന് എവിടേക്കാണ് വന്നിരിക്കുന്നത്? നമ്മളെ ഓൾഡ് പൈൻജസനായ ഒരു ജാതിക്കാത്തോട്ടത്തിലേക്കാണ്. ഇപ്പോഴും ഓൾഡല്ല കേട്ടാ, നമ്മൾ പണ്ടൊക്കെ എവിടെയൊക്കെ കളിച്ചിരുന്നു. ഓൾഡായിട്ട് ചെറുക്കന്മാരൊന്നും നിൽക്കരുത്. നല്ല പുല്ലുണ്ടെങ്കിൽ നോക്കിക്കോട്ടെ. പോയിക്കാരോ മോനി നോക്കാം, ഞാൻ ക്യാമറ പിടിക്കാം. എന്നാ പൊടി അർത്ഥോടാണ്ട് പൊളിഞ്ഞ് ഇതേക്കോ അതാരില്ല. നമ്മളെ ചെറുക്കൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ വിടുന്നില്ല, കാരണം ഇവിടെ ഞാൻ നോക്കിക്കോട്ടെ. നമുക്ക് ഈ ഭയങ്കര ഒരു പണി. ഇത് തപ്പിക്കൂടാ, ഞങ്ങൾക്ക് വരാം. ഇത് തപ്പിക്കോ, നമ്മൾ ഇന്നലെ പോണ്ട പോട്ടെ. ഇപ്പൊ നമ്മള് കഷ്ടപ്പെട്ട് തപ്പി ഇവിടെ അങ്ങാണ്ടൊന്ന് കിട്ടിയിരുന്നു. അവിടെ പോയി കിടക്കണ ഒരു പൊട്ടിയത്, അവിടെ ഒരു പൊട്ടിയത്, പിന്നെ വേറെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ. അവിടെ ആ മരത്താതെ കൊമ്പ് വലിച്ചാൻ പറ്റുമോ? അങ്ങനെ അതിന്റെ അടുത്ത് തന്നെ ഒന്നുണ്ട്. ഞാൻ പൂക്കി തരാം, പറിച്ചോ. ഇങ്ങോട്ട് വാ. ഇപ്പൊ നമ്മളെ ചെറുക്ക അത് പൊട്ടി വെക്കും. മരത്തമ്മ കയറണ്ട, ഇജ്ജ് പൊക്കിക്കോ. നമ്മളെ ഷേബിയിൽ ഇതാ മരം കയറാണ്. എന്താണ് കാണിക്കണേ? തീരെ ഒരു ABCD അറിയാത്ത പൊണ്ണനെ ഉള്ളപ്പോ ഞാൻ നിർത്തിയത് കൊത്തി തോന്നിട്ടാ ചെറുതായിട്ട്. നമുക്ക് സീനില്ല. എന്താ പറഞ്ഞേ? നോക്കാം. നമ്മളെ ചെറുക്കനിതാ നമ്മളെ മുഖത്ത് കാറ്റ് ഒക്കെ പാടെ കുലിക്കല്ലേ. നല്ലൊരു കുരുട്ടീത്തൊക്കെ വെച്ചുകൊണ്ട് പൈസ നല്ല കിട്ടും. ഇത് പൊട്ടിക്കോ, ഇറങ്ങി വാങ്ങണ്ട്.
അല്ല ഇത് ഇവിടെ അറ്റത്തെത്തുമ്പോ പൊട്ടിയാണ് പോകും. ഹാ എന്താ രസം. അതിന് പകരം ചാടി പിടിക്കാം. ഈ കൊമ്പല്ലാതെ അതന്നെ കൊമ്പ്. ശവമായിട്ട് പുള്ളപ്പെടുക്ക എന്ത് ചെയ്യാനാ. ഈ മരല്ല അപടാണ് അപട. നമ്മളൊക്കെ ചാടി പിടിക്കാൻ പറ്റുമോ നോക്കാം. ഇത് പൊട്ടൂരെങ്ങനെ അടുത്തരാ. അപ്പൊ നമ്മള് ഒരു സാധനം ഒന്നും പോലും കിട്ടിയില്ലല്ലോ. അപ്പൊ അത് ഇത് വേറെ പൊട്ടുവോ? പൊട്ടുവോ? ഒരൊറ്റ ചാട്ടത്തിന് കിട്ടും. അത് പൊട്ടൂല. പിടിച്ചു കൊടുത്താളാ. അല്ല എന്റെ കാല് പിടിച്ച് വെക്കടാ. കാല് പിടിച്ച് വെക്ക. നമ്മളങ്ങനെ മറ്റേതോടെ അത് നോക്കങ്ങായി ഒരു കഷ്ടപ്പെട്ട് കിടത്താണ്. ഒന്നും കൂടി കിട്ടിയില്ലെങ്കിലേ അതൊക്കെ മോയെ എത്തപ്പണേ അക്കടത്തോ. അയ്യേ ആ ചീന എന്റെ കീസിലിടലടാ. നല്ല ഇട്ടാ. അപ്പൊ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്തേ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് മുളക് ഇടുന്ന വീഡിയോ ഒന്നും സെറ്റാക്കാൻ പറ്റിയില്ല. നമ്മളല്ലേ ഒക്കെ ചെയ്തു. അങ്ങനെ കഷ്ടപ്പെട്ട് ഒക്കെപ്പാടാ ചെയ്യായിരുന്നു. ടൈം കിട്ടിയില്ല. അപ്പൊ നമുക്കൊന്ന് തിന്നു നോക്കാം. ഏത് മോനെ നീ സ്യാബിനൊന്ന് തിന്നു നോക്കൂ. രസണ്ടേ? എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും പ്രത്യേകത ഇല്ല. ഇനി ഞാൻ തിന്നോട്ടെ. വെള്ളം കുടിച്ചാൽ മതിയാ. വെള്ളം കുടിച്ചാൽ മതിയാ. 1 മണിക്കൂർ വെള്ളം ശബാനെ ഫുള്ളാണ് തിന്നേ. തിന്നേ. നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. രതീശല്ലേ സോറി. എങ്ങനെയായിരുന്നു പരിപാടിയൊക്കെ? പിന്നെ ഷേബിന് ചേർന്ന് നോക്കട പൊട്ടാ. എരിവേറിയത് കണ്ണാ മനസ്സിലാക്കണ്ട. എരിവ് ഇച്ചിരി കൂടുതലാ. പക്ഷെ ഇൻ്റെത് കണ്ട വെരി സ്മൂത്ത്. പിന്നെ കുറച്ചും മുളക് പൊടി കാര്യങ്ങളൊക്കെ തന്നെ ഏറിയുണ്ട്. അത് ഇവൻ്റെയിൽ ഇഞ്ചിലാറുണ്ടല്ലോ വണ്ടിയിൽ. ഈ ജന മലപ്പുറട്ടതാ ഇന്റെ ഒപ്പം ഇങ്ങോട്ടല്ലടാ. പോയാ ആ പാങ്ങ കൊടുത്താ ആ കഴിച്ചോ? ഞാൻ കൊന്നു. വീടെടുത്തോ വീടെടുത്തോ.
വിചാരിച്ച അത്രയും പറ്റത്തില്ലേ? എല്ലാ എഫക്റ്റുണ്ട്. അങ്ങനെ നോക്കണം. മുട്ട വീഡിയോ ഓടാണ്. എന്തി തുറക്കണം. ഞാൻ എൻ്റെ മൂക്ക് കേടാ അറിയാതെ എൻ്റെ വിരൽ വെട്ടി. റിയാക്ഷൻ എഫക്റ്റ് കാണിച്ചു കൊടുത്തു വണ്ടി. അതിൻ്റെ ഓൻ്റെ റിയാക്ഷൻ ഓക്കെ. അപ്പം എന്തായാലും റിയാക്ഷൻ എന്താ പറയാനുള്ളത്? അഭിപ്രായം കയറി പോയതല്ലേ ഇങ്ങോട്ട് പോയാൽ നമുക്ക് ഇനി കേൾക്കാം. കുറച്ച് കേട്ടിട്ടേ വണ്ടിക്ക് ഒക്കെപ്പാടിട്ടാണ് മിസ്കാക്കാം. എന്നിട്ടാണ് തിന്നുക. എല്ലാതും കേൾക്കാം. ഒരു പാത്രത്തിൽ മാത്രം വെക്കാം. ഒക്കെപ്പാടിട്ടാണ് മിസ്കാക്കാം. മിക്സ്. അപ്പോൾ ഞാൻ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഷെബിന് എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? വീട്ടൊക്കെ കുറച്ചിട്ട് നിൽക്കുന്നു. ഞാൻ കേൾക്കുന്നു കാണിയേ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ മണിപ്പുറം വെക്കുന്നല്ല. വിചാരിച്ചിട്ടാ ഈ ഒരു പണി ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഇതല്ല പണി വിചാരിച്ചത്. ഉപ്പാണ് ഇടാൻ വിചാരിച്ചത്. ഉപ്പ് കൂടുതലിടാൻ വിചാരിച്ചേ. ഉപ്പ് മണിക്കൂറായിട്ട് ഉപ്പ് കിട്ടിയതാണ്. നമ്മൾ കുറച്ച് മണിക്കിട്ട് മുളകും പൊടി ഞാൻ അറിയാം. അപ്പം നാളെ ഷേബിന് ഈ അടുത്ത വീഡിയോയിൽ ഷേബിനെ കാണുകയാണെങ്കിൽ നമ്മൾ തണുത്ത എന്തായാലും കൊടുക്കുക. നമുക്ക് എന്തായാലും തരി പോയിട്ട് തണുത്ത എന്തെങ്കിലും തിന്നാം എല്ലാവർക്കും. അത് മാത്രം കേൾക്കാണ്ട് ഒന്നുകൂടെ തന്നെ മിക്സ് ആക്കാം. എന്നിട്ട് തിന്നാം. കാരണം എങ്ങനെയായിരുന്നു മൂന്ന് കാര്യങ്ങളൊക്കെ പവറുണ്ടായിരുന്ന ഈ ഞാൻ പറഞ്ഞ എൻ്റെ എന്തൊക്കെ മോൻ ഇതൊക്കെ തിന്നണേ അങ്ങനെ തിന്നാൻ പറ്റും. ഇങ്ങനത്തെ തിന്നോ കൂടിയുണ്ടാവും. ഇതായിരുന്നു ഷാബിൻ്റെ. എനിക്കതിൻ്റെ ചെറിയൊരു പണിട്ടി നിങ്ങൾ വീഡിയോ ഇട്ടുന്നത് ഉണ്ടായിരുന്നു. എന്താ പണിന്ന് വെച്ചാൽ അറിയാതെ ചെന്നണ വരലുണ്ടല്ലോ ക്യാമറ പിടിച്ചിട്ടുണ്ടെങ്കിൽ മൂക്കിൻ്റെ അടിക്ക് ഇപ്പോൾ നല്ല ഇരുണ്ട്. ആസനം ഫുള്ള് കത്തി. ഇപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.